ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജാക്സ് പറയും. രാത്രിയിലെ കൊളംബോ, അതാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ച. അപ്പം അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും. ഞാനിപ്പോൾ ഉള്ളത് കൊളംബോയിലെ രാത്രി ഒരു തട്ടുകടയാണ്. ഇവിടെ പൊറോട്ട എന്ന് പറഞ്ഞാൽ ചതുരത്തിൽ, അത് കണ്ടില്ലേ, ഇതാണ് പൊറോട്ട പരത്തി വെച്ചിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പൊറോട്ട എങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ പോലെ റൗണ്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ചതുരത്തിലുള്ളൊരു പൊറോട്ടയാണ്. അപ്പോൾ അതാണ് ഇതുണ്ടല്ലേ, ഇതാണ് ആ പൊറോട്ട. എല്ലാ കടയിലും ഇങ്ങനെ തന്നെ ഉള്ളത്. ഇപ്പം ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട്. അങ്ങ് ദൂരെ ഒരു ലൈറ്റ് ഉണ്ടല്ലേ, ഇതാണ് ഇവിടുത്തെ ലോട്ടസ് ടവർ എന്നറിയും. ഏകദേശം ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററിൻ്റെ അപ്പുറത്താണ് ഇത് നിൽക്കുന്നത്. ഇത് രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇരുട്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു തിരിയുന്ന റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ, നമ്മുടെ യൂറോപ്പിൽ അതേ മോഡൽ തന്നെ. അതിൻ്റെ മുകളിലേക്ക് കയറാൻ എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട്. ഇനി അടുത്ത ദിവസം അതിൻ്റെ മുകളിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ലൈറ്റിങ് രാത്രി പുറത്തുനിന്ന് കാണുകയാണ് ഏറ്റവും രസം. കാരണം അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് കാണാൻ കഴിയൂല നമുക്ക്. ഇതാണിത്, ഇതിൻ്റെ പേരാണ് ലോട്ടസ് ടവർ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ ഒരു ഗാലെ ബീച്ചുണ്ട്, ഗാലെ ഫേസ് ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചുണ്ട് ഇവിടുത്തെ കൊളംബോയിലുള്ള. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 2-3 കിലോമീറ്റർ ദൂരം ഉണ്ട് എന്ന് പറഞ്ഞു. 300 രൂപയാണ് ഇവർ ഓട്ടോക്കാരൻ പറയുന്നത്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഈ ലോട്ടസ് ടവർ രാത്രി എവിടെ നോക്കിയാലും കാണും, കണ്ടില്ലേ, അങ്ങ് ദൂരെ കാണുന്ന ലൈറ്റ് ഇങ്ങനെ മാറി മാറി കളിക്കുന്നുണ്ട്. അത്രയും ദൂരത്താണ്, പക്ഷേ എവിടെ നോക്കിയാലും കാണും. ഇപ്പോൾ നമ്മൾ ഗാലെ ഫേസ് ബീച്ചിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അതിൻ്റെ മുന്നിലുള്ള കുറേ അമ്പരചുംബികളായ കൊളംബോയുടെ ഹൃദയഭാഗമാണ് ഇപ്പോൾ ഈ ഗാലെ ഫേസ് എന്ന് പറഞ്ഞ ഭാഗം. ഇവിടെ മഴ പെയ്തിട്ട് പിന്നെ ഇന്ന് ഉച്ചക്ക് തുടങ്ങിയ മഴയാണ്, ഇപ്പോഴാണ് നിന്നതൊന്ന്. ഇപ്പം ഞാൻ ഓട്ടോ ഇറങ്ങിക്കുന്നു. ഇവിടെ വമ്പം ബിൽഡിങ്ങുകളാണ്, അത്രയും നല്ല ഉയരത്തിലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മളെ ക്യാമറയിൽ തന്നെ ഒതുങ്ങാത്ത മോഡലുള്ള ബിൽഡിങ്ങാണ്. കംപ്ലീറ്റ് ലൈറ്റിലങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് ഓരോ ബിൽഡിങ്ങുകളും, കണ്ടില്ലേ. ഇതാണ് ഒരു ബിൽഡിങ്, അതിൻ്റെ അപ്പുറത്ത് വേറൊരു ബിൽഡിംഗ് ഉണ്ട്. കണ്ടമാനം ബിൽഡിങ്ങുകൾ ഈ ഗാലെ ഫേസ് ബീച്ചിൻ്റെ പരിസരത്തുണ്ട്. ഇത് റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ബിൽഡിങ്ങുകൾ ഉള്ളത്. ഞാൻ നിൽക്കുന്നതിൻ്റെ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ കടലും കാര്യങ്ങളൊക്കെ ഉള്ളത്.
അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ഇപ്പോൾ പൊതുവെ ഇവിടെ രാത്രി ആയതുകൊണ്ട് ലൈറ്റ് കുറവാണ് ഈ ബീച്ചിൻ്റെ പരിസരത്ത്. ബിൽഡിങ്ങിൻ്റെ ചോട്ടിലൊക്കെ ആകുമ്പോഴാണ് ലൈറ്റും കാര്യങ്ങളുള്ളത്. ഇവിടെ ഒരുപാട് തട്ടുകടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ കാണുന്ന ഞാൻ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇപ്പോൾ ഈ ബീച്ച് നിൽക്കുന്നത്. റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് ബിൽഡിങ്ങുകളാണ്. അപ്പോൾ നമുക്കിങ്ങനെ കണ്ടുപോകാം. അവിടെ ലൈറ്റ് കുറവാണ്. ഇതിങ്ങനെ വന്നിട്ട് റോട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് ആ ഒരു ഭാഗമുണ്ട് എൻ്റെ. അവിടുന്ന് അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് പിന്നെ ഇന്ത്യൻ മഹാസമുദ്രമാണിത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് എൻ്റെ പരിസരത്താണ് നമ്മൾ കൊളംബോ സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്കാണ് ഗാലെ ഫേസ് ബീച്ച് എന്ന് പറയുക. ഗാലെ ഫേസ് ഗ്രീൻ എന്നൊക്കെ പറയും ഈ ഒരു ഭാഗത്തിന്. ഇവിടെ തന്നെ ഗാലെ എന്നുള്ള വേറൊരു സ്ഥലത്തിന് ഗോൾ എന്ന് ഒരു പ്രൊണൗൺസിയേഷൻ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഗാലെ എന്നാണ് ഇവരിവിടെ പറയാറ്. അപ്പം ഞാനിതിൻ്റെ കെട്ടിൻ്റെ എൻഡിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വലിയ ഒരു റീറ്റെയിനിങ് വാൾ മോഡൽ ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പരിസരത്താണ്, ഇവിടെയാണ് കടൽ. അവിടുന്ന് സ്വല്പം ഒരു ഉള്ളും തീരെ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിൽക്കുന്ന ഹൈറ്റിലൊരു ഭാഗമാണ്. ഇപ്പോൾ രാത്രിയിലെ തിരയാണിത്. ഇതാണ് ഇവിടുത്തെ കെട്ട്. എൻ്റെ താഴെയാണ് കടൽ നിൽക്കുന്നുണ്ടല്ലേ. അങ്ങ് ദൂരെ കണ്ടില്ല ഒരു ആർച്ച് മോഡൽ. ഇതൊരു പാലാണ്. ഇപ്പോൾ രാത്രിയിൽ വ്യക്തമായിട്ട് കാണില്ല. പാലത്തിൻ്റെ ഭാഗത്ത് ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഉഷാറാക്കിയിരിക്കുകയാണ്. അതിൻ്റെ പരിസരത്ത് കുറച്ച് മാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അടുത്ത ദിവസം അങ്ങോട്ടേക്ക് പോകാൻ വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഗാലെ ഫേസിൻ്റെ ആ ഒരു പരിസരത്താണുള്ളത്. നല്ല തിരണ്ട്. ഇതാണ് ആ കെട്ട്. ഇതിങ്ങനെ കംപ്ലീറ്റ് നീളത്തിൽ അങ്ങോട്ട് ഏകദേശം ഒരു 1/2 കിലോമീറ്ററിന് മുകളിൽ ഇങ്ങനെ കെട്ടിണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു ഭാഗം. ഈ ചന്ദർശർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഇവിടുത്തെ വാർണിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം തിരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇറക്കാണ്. ഏകദേശം കടലിൻ്റെ ആ താഴ്ച ലെവലിലാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത്. ഇതിങ്ങനെ ഒരു റാമ്പാണ്. ഇതിങ്ങനെ റാമ്പ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മറ്റേത് പാസേജ്. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു പാസേജ് കൂടി കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് കടകളാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കുഴിയിലായിട്ട് നിൽക്കുന്ന മോഡലിലാണുള്ള കടകൾ. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഏറ്റവും ചുരുങ്ങിയത് ഒരു ജ്യൂസിന് 100 രൂപയാണ് ചാർജ്. ജിഞ്ചർ ബിയർ എന്നൊരു സാധനം കിട്ടും ഇവിടെ. ജിഞ്ചർ ബിയർ അത് ഞാൻ ഇടയ്ക്ക് കുടിക്കലുണ്ട്. ബിയറല്ല, അത് അങ്ങനെയാണ് അതിൻ്റെ പേര്. നല്ല ഗ്യാസൊക്കെ ഉള്ള നല്ല ജിഞ്ചറിൻ്റെ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അതാണ് ഇവിടെ 100 രൂപ അതിന് വില. നമ്മുടെ നാട്ടിൽ ആ ഒരു ടേസ്റ്റുകൾ ഞാൻ അതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ കുറേ കടകളൊക്കെ ഇപ്പോൾ പൂട്ടിയിട്ടുണ്ട്. കാരണം രാത്രി അയക്കുന്നിപ്പോൾ, അതുകൊണ്ട് തോന്നുന്നുണ്ട്. ഇതാണ് മറ്റേത്. ഇതിൻ്റെ അപ്പുറത്താണ് കടൽ നിൽക്കുന്നത്. ഒരു ഹൈറ്റ് ഉണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് മുകളിലേക്ക് കയറാൻ സ്റ്റെപ്പും കാര്യങ്ങളുണ്ട്. ഇതിലെ അങ്ങനെ മുകളിലേക്ക് അങ്ങോട്ട് കയറാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും കടകളുണ്ട് നീളത്തിൽ. ഇവിടെ രാത്രി അല്ലാതെ പകൽ ഞാൻ അടുത്ത ദിവസം വരുന്നുണ്ട്. അപ്പം നമുക്ക് പകലിലെ കാഴ്ചകളൊക്കെ അപ്പോൾ കാണാം. ഇപ്പോൾ ഈ രാത്രിയിലെ ബീച്ചും പകലിലെ ബീച്ചും രണ്ടും വ്യത്യസ്ത ഇതിലാണുള്ളത്. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ചെറിയൊരു കഫ്റ്റീരിയ മോഡൽ അതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിലേ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ നേരെ അങ്ങോട്ട് പോകണം. അത്യാവശ്യം ദൂരമുണ്ട്. വേസ്റ്റ് ഇടാനുള്ള ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളെ ഭൂട്ടാനിലെ പോലെ അത്ര വല്ല ക്ലീൻ സിറ്റി ഒന്നുമല്ല. ഇതുണ്ടല്ലോ ഒരു ബിൽഡിങ്ങും തമ്മിൽ അങ്ങോട്ടേക്കൊരു കോണി ഒരു പാലുള്ളതാണ് ആ കണ്ട ബിൽഡിങ്. ഇതാണ് ഇതിൻ്റെ എൻഡ്.
അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്കും വരാം, ഇവിടുന്ന് ഇങ്ങോട്ട്, അവിടുന്ന് ഇതിന് രണ്ട് ഭാഗത്തും കൂടി വരാം. രണ്ടും ഒരേ ഡിസൈനിൽ തന്നെ ഉള്ളത്. ഇരുട്ടായതുകൊണ്ട് തീരെ ക്ലിയർ ഇല്ല അവിടെ ഒന്നും. ഈ കടൻ്റെ ഈ ഒരു പരിസരത്ത് മാത്രം കുറച്ച് സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടെന്നുള്ളൂ. തിരയൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇത് ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് മുകളിലേക്ക് ഒരു വഴിയുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു. കടലിലേക്ക് ഒരു ചെറിയൊരു പാലം മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ അത് ക്ലോസ് ആണ്, അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. നോട്ടീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ ഭാഗത്തേക്ക്. കുറച്ച് പഴകി ദ്രവിച്ചിട്ടുണ്ട് ആ പാലം. ഇതാണ് വലിയൊരു ബിൽഡിങ്ങുകളിലെ ബിൽഡിങ് ടു ബിൽഡിങ് ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്, അതിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ പകൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി അടുത്ത ദിവസം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.